അവളെവിടെ? ആരാ? ഗോപാലേട്ടന്റെ മകൾ. ഞാൻ അവളെ അകത്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഗോപാലൻ തന്നെ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ. എന്നെ അയച്ചത് ഗോപാലേട്ടനാണ്. മര്യാദയ്ക്കുള്ള ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ ബലം പ്രയോഗിക്കണം? ഇലക്ഷനിൽ തോറ്റു എന്ന് അറിഞ്ഞപ്പോ ഗുണ്ടായസത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മന്ത്രിസഭ രൂപീകരിച്ച് അസംബ്ലി ഒന്ന് കൂടിയിട്ട് പോരെ? നോക്കി നിൽക്കാൻ അടുത്ത് പിടിച്ചോണ്ട് പോകാവേ. ഒറ്റൊന്നും മീറ്റ ഇങ്ങോട്ട് മാറിക്കണം.
ഗോപാലനല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്നിട്ടിപ്പോ? അതെ, അവരെയും പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാണ്. അതേപോലെ എത്ര ലക്ഷങ്ങളാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞത് എന്റെ വലിയ പറ്റിച്ച്. എന്നിട്ട് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തോറ്റ് നാറിയില്ലേ? നാണക്കേട്. എന്റെ കൺമുമ്പിന്ന് വേഗം പോകും. എടോ കിഴവാ, രാഷ്ട്രീയത്തിലൊക്കെ സാധാരണയാണ്. എന്ന് വെച്ച് എന്നോട് കളിച്ചാലുണ്ടല്ലോ. മക്കളെ, ഇവന് കിട്ടിയത് പോരാൻ തോന്നുന്നു. ഒന്ന് കണക്ക് തീർത്തു കൊടുക്കും. രാഷ്ട്രീയത്തിൽ ഇത് സാധാരണയാ. മേടിച്ചോ മക്കളെ, ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. കണക്ക് തീർത്തു കൊടുത്തോ. വേണ്ട വേണ്ട, ഞാൻ മാത്രം മതി. അന്നത്തെ വല്യച്ഛന്റെ ലക്ഷങ്ങളും കൂടി ചേർത്ത് നമ്മൾ കൊടുത്തത്. കൊല്ലണ്ട, നമ്മുടെ സ്ഥാനാർത്ഥിയല്ലേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ലേ. മോന്റെ കാര്യം ചെയ്യും, ഒരു വണ്ടി പിടിച്ച് ഇവരെല്ലാം അതിൽ കയറ്റി നമ്മുടെ മുത്തങ്ങാക്കുഴി ആസ്പത്രിയിലാണ്. മുത്തങ്ങാക്കുഴി ഹോസ്പിറ്റൽ കേട്ടോ. മുത്തങ്ങാക്കുഴി. പാച്ചുവേ, നമ്മൾ പഴയ പാച്ചും ഗോപാലും അല്ലേ. അങ്ങ് ക്ഷമിച്ചു കളാം. എന്റെ പാച്ചുമോ, വല്യച്ഛന്റെ കുടുംബത്തിൽ ഒരു മന്ത്രിയുടെ ബന്ധുത്വം വേണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കക്ഷി. എന്നാൽ അതാ മീനാക്ഷി വരുന്നു, അവളോട് ചോദിച്ചാ മതി. നിങ്ങളവിടെ ആവശ്യമില്ല താരം കയറ്റിട്ടുണ്ടാകട്ടെ. എന്താ വല്യച്ഛ നോക്കി നിൽക്കുന്നത്? അങ്ങോട്ട് വരും. എങ്ങോട്ടല്ലേ കയറുന്നത്? കുഞ്ഞുണ്ണിയെ. കുഞ്ഞിനെയോ? അയാൾ വീട്ടിലാ. ഇതേ സർക്കാർ. അപ്പൊ ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെ. ഓഹോ, ജയിച്ചു നിറഞ്ഞപ്പം സ്വീകരിക്കാൻ വന്നതായിരിക്കും. ചെല്ല് ചെല്ല്. അപ്പോ മീനാക്ഷമ്മ മന്ത്രിയാവുന്നുള്ള ഉറപ്പായി. അതെയോ? അതെ, 99% മന്ത്രിയാവുന്ന ഉറപ്പായി. നമുക്ക് ധനകാര്യം മതി. പോലീസ് വകുപ്പായാലും കൊള്ളാം. ഇവിടെ ചെന്ന് അനുഗ്രഹം വന്നു. എന്തൊക്കെയുണ്ട് ലക്ഷ്മി? അമ്മയമ്മക്ക് സുഖമാണോ? അമ്മേ, ഗോപാലമാമ വന്നിട്ടുണ്ട്. കൊപ്പറ അത് വരാൻ പറ. വരുമോ? അപ്പോ ഞാൻ തോക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? അതെ, പക്ഷേ നല്ല ആളുകൾക്കേ വിജയം ഉണ്ടാകൂ എന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പോഴേ അമ്മായി ജയിച്ചു. ഈ മന്ത്രിയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോ ഇവരുടെ കാര്യം അതിപ്പോ എങ്ങനെ അതല്ല മീനാക്ഷമ്മ തീരുമാനിക്കണം. തീരുമാനം തുടങ്ങും. ഇനിയിപ്പോ മീനാക്ഷിയുടെ തീരുമാനത്തെ എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. അവള് പറയട്ടെ. പറയൂമ്മേ. അമ്മായി പറയൂ. ഗോപാലേട്ടാ, ഞാൻ എന്നും പഴയ പാവപ്പെട്ട മീനാക്ഷമ്മയാണ്. കേരളത്തിലെ മന്ത്രിയല്ല, ഒരുപക്ഷെ ദൈവാധീനം കൊണ്ട് പ്രധാനമന്ത്രി ആയാൽ പോലും പഴയതൊന്നും മറക്കുന്നവളല്ല. ഇവരെല്ലാം എന്റെ കുട്ടികളാണ്. ഇവരുടെ ഇഷ്ടത്തിനെ ഞാൻ എതിർത്തിട്ടില്ല, എതിർക്കുകയോ ഇല്ല. മനസ്സിലായി. ഇനി വെള്ളച്ചൻ അമ്മായി ജയിച്ച വകയിൽ ഈ ഹാരം അങ്ങോട്ട് സമ്മാനിക്കാം. ഫോർവേഡ് 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 അമ്മായി ആ മാല കല്ലി കൊടുത്താ മതി.